വസീഫ്, ഇതേ വ്യക്തിയാണ് കഴിഞ്ഞ വർഷം ഇതേ ഗോവിന്ദൻ മാസ്റ്ററോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് രേഖാമൂലം നൽകിയിട്ടുള്ളത്. ഞാൻ ഒറ്റ ചോദ്യം ഇതിനകത്തുള്ളൂ. മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരമൊരു വാർത്ത വരുമ്പോൾ ആ വാർത്ത കൊണ്ടുവന്ന വ്യക്തി, അയാളുടെ ക്രെഡിബിലിറ്റി, അയാളുടെ ഭൂതകാലം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കേസിൽ പരിശോധിക്കാനോ മനസ്സിലാക്കാനോ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ പൊതുവായി മാധ്യമ വിമർശനവും നിരീക്ഷണവും നടത്തുമ്പോൾ ഈ കേസിനകത്ത് നിന്ന് കാര്യങ്ങളെ കണ്ടാൽ മാധ്യമങ്ങൾക്ക് ഗുരുതരമായി വീഴ്ച സംഭവിച്ചോ ഈ വിഷയം കൈകാര്യം ചെയ്തപ്പോൾ? അല്ല, തീർച്ചയായിട്ടും അവരിപ്പോൾ കൊടുത്ത വാർത്തയെ വെച്ചിട്ടാണല്ലോ ഞാനും നിങ്ങളൊക്കെ ഇപ്പോൾ നേരത്തെ സംസാരിച്ചത്. PB രേഖ ചോർന്നു എന്നുള്ളതാ വാർത്ത, അതാ ലീഡ്. അത് വെച്ചിട്ടാണ് പിന്നീട് ഇങ്ങനെ വന്നത്. അത് ചോർത്തിയത് ആര്? നമ്മളതൊക്കെ മനസ്സിലാക്കണ്ടേ. ചോർത്തിയ ആള് പാർട്ടി സെക്രട്ടറിയുടെ മകൻ. അതുകൊണ്ടാണല്ലോ ഇത് വലിയ രീതിയിൽ സെൻസേഷനായത്. ഇവരൊക്കെ ഏറ്റെടുത്ത് വലിയ സംഭവമാക്കി ഗോവിന്ദ മാഷ് മാപ്പ് പറയണം എന്നൊക്കെ തരത്തിലേക്ക് എത്തിയത്. പിന്നീടല്ലേ ഇവർ ആ പരാതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വരുന്നത്. ഈ പരാതി എത്ര കാലമായി വാട്സപ്പിലും മറ്റുമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, വർഷങ്ങളായി. ഈ എടുത്തും കുത്തും ഇദ്ദേഹം എന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങളായി ഇദ്ദേഹവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതല്ലേ. അദ്ദേഹം ഭാര്യയെ പ്രയാസപ്പെടുത്തിയതിൻ്റെ ഭാഗമായി കോടതി അദ്ദേഹത്തെ താക്കീത് ചെയ്തതല്ലേ. അത് ആ സ്ത്രീ വളരെ കൃത്യമായി ഫേസ്ബുക്കിൽ എഴുതിയിട്ടില്ലേ. അവരുടെ പ്രയാസം അവർ പറഞ്ഞില്ലേ. എന്നെ ബോധപൂർവം മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി എന്നെ എന്താക്കും, സമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കും, താഴ്ത്തിക്കെട്ടും, മോശാക്കും, എനിക്ക് നീ സിനിമ കിട്ടാത്ത തരത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ കൃത്യമായി അവർ ഫേസ്ബുക്കിൽ എഴുതി. എന്നിട്ട് എന്താ ഇവർക്ക് ബോധ്യപ്പെടാത്തത്? അപ്പം ഇതിൽ യഥാർത്ഥ പ്രശ്നം എന്താ? ഈ ഷർഷാദും ഇവരും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ഇവരുടെ ജീവിത പ്രശ്നങ്ങൾ, അതിൽ ഇടപെട്ട് ഇവരോടൊപ്പം ഈ പറയുന്ന രാജേഷ് കൃഷ്ണ നിന്നു എന്നതാവാം. ഇനിയല്ല, രാജേഷ് കൃഷ്ണുമായിട്ട് സാമ്പത്തിക ഇടപാടുകളുണ്ട് ആവട്ടെ, അത് കേസ് കൊടുക്കാലോ. അതും കൊടുത്ത കേസുകളുണ്ടല്ലോ. ഇപ്പം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് രാജേഷ് കൃഷ്ണയെ ആക്ഷേപിച്ചുകൊണ്ട് കേസ് കൊടുത്തതും രാജേഷ് കൃഷ്ണക്കെതിരെ പലർക്കെതിരെയും പരാതി കൊടുത്തതും പല ചാനലുകളിലും ഈ പറയുന്ന മറുനാടിനിലൊക്കെ പറഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അയാൾക്കുണ്ടായ അഭിമാന പ്രശ്നം, അതാണ് അയാൾ എന്തെങ്കിലും ഡിഫമേഷനായിട്ട് കോടതിയിൽ കൊടുക്കുന്നത്, 10 കോടിയോ മറ്റോ ആവശ്യപ്പെട്ട് കൊടുക്കുന്നത്. അതിനു വേണ്ടിയുള്ള രേഖയാണ് അദ്ദേഹം ഹാജരാക്കിയത്. അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹത്തെക്കുറിച്ച് ഉന്നയിച്ച കാര്യങ്ങളിലും ഒരു വസ്തുതയില്ല എന്നുള്ളതല്ലേ. അതോടൊപ്പം പിന്നെ ഇന്നലെ മറ്റൊരു വാർത്ത, തോമസ് ഐസക്കിനെയും MP രാജേഷിനെയും മറ്റൊക്കെ കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു വാർത്ത. അപ്പോൾ തോമസ് ഐസക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് അവൈലബിൾ ആയൊരു സമയമായിരുന്നു. അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സംശയവും വേണ്ട, അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞു, ഞാൻ നിയമ നടപടി സ്വീകരിക്കും, പിൻവലിച്ച് മാപ്പ് പറയണം. പറഞ്ഞില്ലേ? അല്ല, ഞാനത് കണ്ടപ്പോൾ വസീഫ് ആലോചിച്ചെന്താണെന്നറിയോ, രാജ്യത്തെ മുട്ടുമടക്കിയത് തോമസ് ഐസക്കിന് മുമ്പിലാണ്. അദ്ദേഹം ഹൈക്കോടതിയിൽ കൊടുത്ത കേസിന് മുമ്പിലാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ വസീഫ് പറഞ്ഞ പോലെ തന്നെ ഉറപ്പായും മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു. ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അത് വാർത്തയായി, പ്രസ്താവനയായി തന്നെ ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ള ആളുകളോടാണ് ഈ കളി. വസീഫ് പൂർത്തിയാക്കുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്തെങ്കിലും ആക്ഷേപമോ പരാതിയോ ആർക്കും ഉന്നയിക്കുക, അതിലൊന്നും നമുക്ക് ആർക്കും ഒരു തർക്കമില്ല. അതിൽ വസ്തുത ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും, നടപടിയെടുക്കും. എത്ര ആൾക്കെതിരെ നടപടിയെടുത്തു? നമ്മൾ ഈ പാർട്ടിയിൽ എത്ര നേതാക്കന്മാർക്കെതിരെ ഒക്കെ നടപടിയെടുത്തില്ലേ? എന്നാൽ മറുപക്ഷവും നമ്മൾ ആലോചിക്കണ്ടേ? ഈ മാധ്യമങ്ങൾ അതുകൂടി പരിഗണിക്കണ്ടേ? കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുണ്ട്, ഇവിടെ ഇതുവരെ ഭരിച്ച പാർട്ടിയുണ്ട്, പല ജില്ലാ പഞ്ചായത്തും പല ലോക്കൽ ബോഡികളൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം തിരക്കേടില്ലാത്ത പാർട്ടികൾ തന്നെയാണല്ലോ മറ്റതും. ഈ ക്രമക്കേടും തട്ടിപ്പും എല്ലാ കുതുകാൽ വെട്ടും ഒക്കെ ചെയ്യുന്ന ഇവരല്ലേ. അവരെക്കുറിച്ചും ഒരു അല്പം വാർത്ത കൊടുക്കണ്ടേ? ഇത് വാർത്ത കൊടുക്കണ്ടെന്നോ, ഇത് തീരെ പരിഗണിക്കണ്ടെന്നോ, അവഗണിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായം. നിങ്ങൾ വാർത്തയൊക്കെ കൊടുത്തോ? നിങ്ങൾ നോക്ക്, ഇന്ത്യയിലെ ഒരു പാരമ്പര്യമുള്ള പത്രം, അതായത് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ വലിയ പാരമ്പര്യം, വലിയ പിന്നെ ദേശീയ പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന മാതൃഭൂമി എന്ന് പറയുന്നൊരു പത്രം മറുനാടൻ പത്രത്തോട് ചേർത്ത് വെച്ച് പറയേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയോ ഇല്ലേ എന്ന് അവർ പരിശോധിക്കട്ടെ. ശരി വസീഫ, ഞാൻ വരാം എന്ന് തന്നെയാണ് എൻ്റെ 100% ഉറച്ച നിലപാട്.